ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളാണെങ്കിൽ പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബോച്ചേനെ പറ്റിയാണ്. ശരിക്കും ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമവും സങ്കടമൊക്കെ ബോച്ചേനെ അറസ്റ്റ് ചെയ്തപ്പം തോന്നി. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തിനു നമ്മൾ സങ്കടപ്പെടുന്നു? അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എത്രയെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടികളോടും ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെയാണ് ഹണി റോസിനെ ഇതുപോലെ ഉദ്ഘാടനത്തിനും, കാരണം ഹണി റോസിനെ പറ്റി എല്ലാവർക്കും അറിയാം. അവർ നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. പിന്നെ അവരുടെ വസ്ത്രധാരണയും പിന്നെ അവരുടെ ബോഡീനെ പറ്റിയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരവരാണ് അവരവരെ സൂക്ഷിക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പം വേറൊരാളെ തിരുത്താനും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ പല സമൂഹത്തിൽ പല കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കാണുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഹണി റോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും നാളുമായിട്ട് ആ സ്ത്രീ എന്തോരം കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഹണി റോസ് ഇന്ന് വരെ ഒന്നിനും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇതിപ്പം ഒരുപാട് കൂടിപ്പോയപ്പോഴാണ് ഹണി റോസ് പിന്നെയും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹണി റോസ് ഇപ്പോൾ ഇങ്ങനൊരു കേസിന് പോയത്. ശരിക്കും പറഞ്ഞാൽ അതിലൊരിക്കലും ഒരു തെറ്റ് കാണാൻ പറ്റത്തില്ല. ഓരോരുത്തർ ഒരു കോടതിയായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീ ഇന്ന ഡ്രസ്സ് ധരിക്കണം, അല്ലെ ഒരു സ്ത്രീ ഇന്ന വേഷം ധരിച്ചേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരവർക്ക് എന്താണോ ഇഷ്ടം അതിട്ട് നടക്കുക. സ്വയം നന്നായാൽ, അല്ലെ സ്വയമായിട്ട് തോന്നുക ഈ ഡ്രസ്സ് ഇടുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകൾ ഇങ്ങനെയാണ് എന്നെ നോക്കുന്നത്, അല്ലെ എന്നെപ്പറ്റി ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് സ്വയമാണ് നമ്മൾ ചിന്തിച്ച് മാറേണ്ടത്. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് മാറ്റേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഹണി റോസിന് ഇഷ്ടം ഹണി റോസ് പറയുന്നുണ്ട്, ഇപ്പം ഞാനൊരു ഡ്രസ്സ് ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ളതും കൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്, ഇല്ലെങ്കിൽ ഒരിക്കലും ഇറങ്ങത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വസ്ത്രം ധരിക്കുന്നത്. അതിനൊരു കോടതിയും വിലക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ബോച്ചേനെ പറ്റി പറയുമ്പോൾ ബോച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളുടെ കണ്ണുനീര് കണ്ട്, പാവങ്ങളുടെ കണ്ണുനീര് കണ്ട് ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് ബോച്ചെ. അപ്പം നമുക്ക് ഒരിക്കലും ബോച്ചേനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഓരോരോ കാര്യങ്ങൾ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നത്തിന് ബോച്ചെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബോച്ചെ നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ പറയുന്ന വാക്കുകൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം മറ്റുള്ളവർക്കത് ഫീലാകും, അല്ലെ ഇതിന് മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും എന്നൊന്നും ബോസ് വിചാരിക്കാതാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനൊരു വേറൊരു മീനിങ്ങിലാണ് സംസാരിക്കുന്നത്. ഈ ഇടയ്ക്ക് തന്നെ ബോച്ചയുടെ വീഡിയോയിലുണ്ട്, ഇതുപോലെ തന്നെ ഒരു കടയിൽ ചെന്നിട്ട് ഏത്തയ്ക്കാപ്പം ഇങ്ങനെ എടുത്തിട്ട് അതിനെപ്പറ്റി പറയുന്നത് കേട്ടാൽ തന്നെ നമ്മളത് കേൾക്കുന്നവർക്ക് ചിലർക്കത് തമാശയായിട്ട് തോന്നും, ചിലർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം അത് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഹണി റോസിനെ പറ്റി പറയുമ്പോൾ കുന്തി ദേവി എന്നിട്ട് ഒരു ജിമ്മിന് ഉദ്ഘാടനത്തിന് വിളിച്ചപ്പം ആ വ്യക്തിൻ്റെ ബോഡിയെപ്പറ്റി പറയുന്നതും അതൊക്കെ വളരെയധികം തെറ്റ് തന്നെയാണ്. കാരണം ബോബി ചെമ്മണ്ണൂരായാലും ആരാണെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ അവർക്ക് ആസിഫ് അലി പറയുന്നുണ്ട്, ഇത് പറയുന്നവർക്ക് എളുപ്പമാണ്, വായിക്കുന്നവർക്കും അതൊരു ഈസി ആയിട്ട് അത് അവർ പെട്ടെന്ന് അങ്ങ് മൈൻഡ് മാറും, വേറൊരു കാര്യം കിട്ടുമ്പോൾ അവരതങ്ങ് മാറും. പക്ഷേ ഇത് അതായത് ഉൾക്കൊള്ളുന്ന ആരെ പറ്റിയാണോ പറയുന്നത് അവർക്കത് കിട്ടുമ്പോഴാണ്, അത് വായിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അതിനി ആരൊക്കെ പറഞ്ഞാലും അത് അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ ഹണി റോസ് ചെയ്തത് ശരിക്കും ഒരു ശരിയായിട്ടുള്ള കാര്യം.